അപ്പൊ ഇത് നോക്കുക, ഇത് റിൻഡർപെസ്റ്റ് കാറ്റൽ ആ ഒരു ഇതാണ് റിൻഡർപെസ്റ്റ് കാറ്റിൽ പ്ലാഗ്, അതിന്റെ ഒരു ചിത്രമാണിത്. കുറെ കാറ്റിൽ കണ്ടില്ലേ ആ ഒരു രോഗം ബാധിച്ചു മരിച്ചത്. ഓക്കെ, എന്താന്ന് നമുക്ക് നോക്കാം. റിൻഡർപെസ്റ്റ് കാറ്റിൽ പ്ലാഗ് എന്താന്ന് നോക്കിയാലോ മക്കളെ. ആഫ്രിക്ക വാസ് എ ലാൻഡ് വിത്ത് പ്ലെന്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ലിമിറ്റഡ് പോപ്പുലേഷൻ. എന്ന് വെച്ചാല് ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ അവിടെ എന്ന് വെച്ചാൽ കുറേ റിസോഴ്സസ് ഉണ്ട്, ഫോറസ്റ്റ് റിസോഴ്സസ്, പല തരത്തിലുള്ള ഫോറസ്റ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് അല്ലെ. അപ്പോൾ അവിടെ എന്ന് പറയും ലിമിറ്റഡ് പോപ്പുലേഷൻ, അത്ര ജനസംഖ്യ ഇല്ലാത്തൊരു സ്ഥലം കൂടെയാണ്. അപ്പോൾ യൂറോപ്യൻ സീയിങ് ദ വെറൈഡ് റിസോഴ്സസ് ഇൻ ആഫ്രിക്ക ആൻഡ് ടുക്ക് ഓവർ ദി ലാൻഡ്. അങ്ങനെ യൂറോപ്യൻസ് എവിടെ എത്തി? അമേരിക്കത്തെ നമ്മൾ പറഞ്ഞല്ലോ, യൂറോപ്യൻസ് അമേരിക്കയായിട്ടുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞു പോയതല്ലേ. ഇനി നമുക്ക് ആഫ്രിക്ക ആയിട്ടുള്ള പറയാം. അങ്ങനെ യൂറോപ്യൻസിന് മനസ്സിലായി ആഫ്രിക്കയിൽ പ്ലന്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഫോറസ്റ്റ് റിസോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അവിടെ പോയിട്ട് ആധിപത്യം സ്ഥാപിച്ചുകൂടാന്ന് യൂറോപ്യൻസ് വിചാരിക്കുകയാണ് അല്ലെ. അങ്ങനെ അവര് ആഫ്രിക്കയിലേക്ക് ചേക്കേറി അവിടെ കോളനീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരവിടേക്ക് വന്നപ്പോ എന്തൊക്കെ സംഭവിച്ചു? ഹെവി ടാക്സസ് വെയർ ഇമ്പോസ്ഡ് അല്ലെ. വലിയ ടാക്സസ്, നികുതിയാണ് എല്ലാ സാധനങ്ങൾക്ക് മേലും അവർ ചുമത്തിയത് കേട്ടോ മക്കളെ. പിന്നെ ആൻഡ് ദ ഇൻഹെറിറ്റൻസ് ലോസ് വെയർ ചേഞ്ച്ഡ് ടു ബ്രിങ് മോർ ലേബേഴ്സ് ഇൻ ദ ഫ്രണ്ട് ലൈൻ ടു വർക്ക് ഫോർ യൂറോപ്യൻസ്. അങ്ങനെ ഇൻഹെറിറ്റൻസ് ലോ, അവിടെ ഉള്ള നിലനിൽക്കുന്ന ലോസ് ഒക്കെ അവര് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ എന്ത് വന്നു? ഈ യൂറോപ്യൻസിന്റെ കീഴിൽ കുറെ ലേബേഴ്സിനെ ആഫ്രിക്കൻ സ്ലേവ്സ് ആക്കി മാറ്റി, അവിടെയുള്ള ഇൻഹാബിറ്റൻസിനെ സ്ലേവ്സ് ആക്കി മാറ്റി അവിടെ യൂറോപ്യൻസിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയെന്നാണ് പറയുന്നത്. ഇൻ ദ ലേറ്റ് 1880s, infected cattle shipped from Britain to feed the Italian soldiers marked the beginning of Rinderpest. അങ്ങനെ 1880s കാലഘട്ടം അവസാനിക്കുന്ന ഒരു ടൈം, 1880ന്റെ അവസാനം, ആ ഒരു കാലഘട്ടത്തില് ഈ റിൻഡർപെസ്റ്റ് കാറ്റിൽ പ്ലാഗ് ഉള്ള ഇൻഫെക്റ്റഡ് കാറ്റിലിനെ അവരെന്ത് ചെയ്തു എന്നറിയോ? ബ്രിട്ടനിൽ നിന്ന് എങ്ങോട്ടേക്ക് അയച്ചു? ഇറ്റാലിയൻ സോൾജിയേഴ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി, അവിടെയുള്ള പട്ടാളക്കാരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫീഡ് ചെയ്യാൻ വേണ്ടി, അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് മാർക്ക് ദ ബിഗിനിങ് ഓഫ് റിൻഡർപെസ്റ്റ്. അങ്ങനെ ഈ പ്ലാഗ് എല്ലാവർക്കും, ഈ ഒരു കാറ്റിൽ പ്ലാഗ് എല്ലാ പശുക്കൾക്കും ബാധിച്ച് ഓരോ സ്ഥലത്തേക്ക് മാറി. ബ്രിട്ടനിൽ നിന്ന് അവരെങ്ങോട്ട് മാറ്റി? ഇറ്റലിയിലേക്ക് മാറ്റി അല്ലെ. അങ്ങനെ റിൻഡർപെസ്റ്റ് എന്ന് പറയുന്ന പ്ലാഗ് എല്ലാ സ്ഥലത്തും ഇതായി. ദ കാറ്റിൽ പ്ലാഗ് സ്പ്രെഡ് ലൈക്ക് എ ഫോറസ്റ്റ് ഫയർ. 90% ഓഫ് കാറ്റിൽ പോപ്പുലേഷൻ വർ ലോസ്റ്റ് ഫോർ ആഫ്രിക്കൻസ്. അങ്ങനെ 1880കളില് ബ്രിട്ടനിൽ നിന്ന് കുറെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കാറ്റിൽസ് എന്ന് വെച്ചാൽ പശുക്കള്, കുറെ അസുഖങ്ങളുള്ള പശുക്കളെ എല്ലാം അവരെന്ത് ചെയ്തു? ബ്രിട്ടനിൽ നിന്ന് കുറച്ച് ഇറ്റാലിയൻ സോൾജേഴ്സിന് ഭക്ഷണമായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്ന് അവർ ട്രേഡ് നടത്തി. പക്ഷേ ആ ഒരു കുറെ പശുക്കൾ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ആഫ്രിക്കയിലേക്ക് കൊണ്ടുവന്നു യൂറോപ്യൻസ്. അങ്ങനെ ഈ ആഫ്രിക്കയിൽ ആ ഒരു സ്ഥലത്തുള്ള അവരുടെ പശുക്കളും കൂടെ മുഴുവനായിട്ട് നശിപ്പിക്കപ്പെട്ടു എന്നതാണ് പറയുന്നത്. affected the livelihood of native people. അവിടെ നിലനിൽക്കുന്ന ആളുകളെ അത് മുഴുവനായിട്ടും അത് ബാധിച്ചു. എന്ന് വെച്ചാൽ കൗസ് എന്ന് പറയുന്നതാണ്, കാറ്റിൽ എന്ന് പറയുന്നതാണ് എന്ത് അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇതൊരു അവർക്കൊരു കാരണമായിട്ട് മാറി ഈ യൂറോപ്യൻസിന്. എന്ത് ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റ് തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കല്ലോ എന്നൊരു ധാരണ ആർക്ക് വന്നു മക്കളെ? ഈ ഒരു യൂറോപ്യൻസിന്റെ വന്നു. അപ്പോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? മെയിൻലി ആയിട്ട് ഈ ഒരു റിൻഡർപെസ്റ്റ് പ്ലാഗ്, അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ എന്തിനൊക്കെ കുറിച്ചാണ് നോക്കാം. 19th സെഞ്ചുറിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മെയിൻ ആയിട്ട് വന്നത്? ഫ്ലോ ഓഫ് ഗുഡ്സ്, ഫ്ലോ ഓഫ് ലേബേഴ്സ് ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഷോർട്ട് ആൻഡ് ലോങ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. പിന്നെ ഈ ബ്രിട്ടൻസിലെ യൂറോപ്യൻ നാഷൻസ് പല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയത്. പിന്നെ അല്ലേ എന്താന്ന് വെച്ചാൽ പണ്ട് കാലഘട്ടത്ത് എന്ന് വെച്ചാൽ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ റിഫ്രിജറേറ്റഡ് ഷിപ്പ് അല്ലെ, ടെക്നോളജി അഡ്വാൻസ്ഡ് ആയപ്പോൾ റിഫ്രിജറേറ്റഡ് ഷിപ്പ് വന്നു. അങ്ങനെ മീറ്റൊക്കെ അവർ ട്രേഡ് റിലേഷൻസ് നടത്തുമ്പോൾ അത് പുവറർ ആയിട്ടുള്ള ജനതകൾക്കും അത് യൂസ് ചെയ്യാൻ പറ്റി, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വാങ്ങാനും പറ്റി എന്നതാണ് പറയുന്നത്. അങ്ങനെ 1890s അവസാനം ഫ്രാൻസ്, ബ്രിട്ടൻ ആൻഡ് US become one of the most major colonial powers at the end of 1890s. അത്
മേജർ ട്രേഡ് സെന്റേഴ്സ് ആയിട്ട് മാറി, കൊളോണിയൽ പവേഴ്സ് ആയി മാറി എന്നാണ് പറയുന്നത്. പിന്നെ റിൻഡർപേഴ്സ് ഫ്ലാഗിനെ നമ്മൾ പറഞ്ഞു ആഫ്രിക്കയിലേക്ക് യൂറോപ്യൻസ് എന്ത് വിചാരിച്ചു, ആഫ്രിക്കയിൽ കൂടുതൽ റിസോഴ്സസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരങ്ങോട്ട് വന്ന് അവിടെ ചേക്കേറി, എന്നിട്ട് അവിടെയുള്ള റിസോഴ്സസ് ഒക്കെ കൈക്കലാക്കി അവിടെയുള്ള കുറെ ഇൻഹാബിറ്റൻസ്, അവിടെ നിൽക്കുന്ന കുറെ ആഫ്രിക്കൻസിനെ സ്ലേവ്സ് ആയി മാറ്റി അവരുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ അവർ വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറെ പശുക്കളെ ബ്രിട്ടനിൽ നിന്നൊക്കെ അവര് ആഫ്രിക്കയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. ആ കുറെ പ്ലാഗ്, കാറ്റിൽ പ്ലാഗ് ഉള്ള പശുക്കളായിരുന്നു അത്. ആഫ്രിക്കൻസിലുള്ള പശുക്കളെയും കൂടെ കൊന്നടുക്കി. 90% ഓഫ് അവിടെ പോപ്പുലേഷൻ, ആ ഒരു കൗസ് എല്ലാം അവിടെ ചത്തുപോയി. ആ ഒരു ചത്തുപോയ ആ ഒരു പശുക്കൾ എന്ന് പറയുന്ന ആഫ്രിക്കൻസിന് മേജർ ലൈവ്ലിഹുഡ് ആണ് കേട്ടോ മക്കളെ. എന്ന് വെച്ചാൽ 90% ഓഫ് കൗസ് വെയർ ഡെഡ്. അല്ലെ, കുറെ ആ ഒരു 90% കൗസ് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചത്തുപോയി ആ ഒരു പ്ലാഗ് ഇതായപ്പോ, അല്ലെ, സ്പ്രെഡ് ആയപ്പോ. അപ്പൊ അതാണ് പറയുന്നത്, ദിസ് എഫക്റ്റഡ് ലൈവ്ലിഹുഡ് ഓഫ് നേറ്റീവ് പീപ്പിൾ, ദിസ് ബിക്കം എൻ ഓപ്പർച്യൂണിറ്റി. അത് യൂറോപ്യൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയി മാറി, ഇല്ലേ മക്കളെ? എങ്ങനെയാണ് ആ ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റ് മെയിൻ ആയിട്ട് അവരുടെ കൾച്ചറൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യാം, അവർക്ക് അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച ബാക്കിയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഡെഞ്ചേർഡ് ലേബർ മൈഗ്രേഷൻ ഫ്രം ഇന്ത്യ. അങ്ങനെ പല ട്രേഡിംഗ് പേർപ്പസസും ട്രേഡിംഗ് തിങ്സും അവിടെ ഓരോ രാജ്യങ്ങളിൽ നടക്കുമ്പോൾ പല വർക്കേഴ്സും പല രാജ്യങ്ങളിലേക്ക് ചേക്കേറിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നോക്കിയാലോ? ഓക്കെ, കമ്മിങ് ടു ദ സ്റ്റാർട്ട് ഓഫ് 18th century, 18ാം നൂറ്റാണ്ട് തുടങ്ങുന്ന ടൈമില് വി പ്രോഗ്രസ്ഡ് ടുവേർഡ്സ് ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ്. അങ്ങനെ ഗ്ലോബൽ വേൾഡിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ടൈമില് മക്കളെ കൊളോണൈസേഷൻ ബിക്കം പ്രിവിലന്റ്, അല്ലെ, ബ്രിട്ടീഷുകാരെ ആ ഒരു ഇൻവാൻഷൻ, അല്ലെ, അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. Endangered laborers were slaves hired on a contract basis for passage into new country. അങ്ങനെ ആഫ്രിക്കൻസിന് നമ്മൾ കാര്യം പറഞ്ഞു അല്ലെ മക്കളെ? അങ്ങനെ ലേബേഴ്സിനെ കോൺട്രാക്ട് ബേസിസിൽ ഇങ്ങനെ ലോറിയിലും അതിലൊക്കെ കയറ്റിക്കൊണ്ടുപോകും. പല ബ്രിട്ടീഷുകാരെ മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ ഫീൽഡ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാക്ടറീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ദ 19th century many Indian states faced a very tough time. അങ്ങനെ 19ാം നൂറ്റാണ്ടില് പല ഇന്ത്യൻ സ്റ്റേറ്റ്സും, അല്ലെ, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളും പലതരത്തിലുള്ള നമുക്കൊരു ടഫ് ടൈം തന്നെയായിരുന്നു. ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നു. പീപ്പിൾ സ്റ്റാർട്ടഡ് മൈഗ്രേറ്റിംഗ് ഇൻ സെർച്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയുന്നത്. ആളുകള് നല്ല പണികൾ തപ്പി എന്ന് വെച്ചാൽ കൃഷിയൊക്കെ നിൽക്കുകയാണ്, ഡിറ്റോറിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ആളുകൾ എന്ത് ചെയ്യും? ഫാക്ടറി വർക്കിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യും, കുടിയേറിപ്പാർക്കും, അല്ലെ? ദേ എൻഡഡ് അപ്പ് ഇൻ സിറ്റുവേഷൻ വേഴ്സ് വിച്ച് ദേ നെവർ എക്സ്പെക്റ്റഡ്. പക്ഷേ ആ ഒരു അവരെ കൊണ്ടെത്തിച്ചത് വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷനിലാണ്, ഒരു അവസ്ഥയിലാണെന്ന് ഓർക്കണം കേട്ടോ മക്കളെ. ദി വർക്കേഴ്സ് സ്റ്റാർട്ടഡ് ഫോമിങ് ദിയർ ഓൺ കമ്മ്യൂണിറ്റി ആൻഡ് റേസിംഗ് വോയിസ് ഫോർ ദിയർ റൈറ്റ്സ്. അങ്ങനെ ഫാക്ടറിയിൽ ഈ ബ്രിട്ടീഷുകാർ കോളനീസിലൊക്കെ പണി കിട്ടിയെന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പണിയെടുപ്പിക്കുക, പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള വേജസ്, പൈസയൊന്നും കൊടുക്കില്ല. പിന്നെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുമ്പോൾ 24 hours, അങ്ങനെ 24 hours അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ വർക്കേഴ്സ്, അവിടെ പണിയെടുക്കുന്ന വർക്കേഴ്സ് എന്ത് ചെയ്തു മക്കളെ? അവരുടെ ശബ്ദം ഉയർത്തിയില്ലേ? അവർ യൂണിയൻസ് ഫോം ചെയ്തു. എന്തിനൊക്കെ? അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടി എന്നാണ് പറയുന്നത് കേട്ടോ. ഫ്രം ദ 1920s, അങ്ങനെ 1920 കാലഘട്ടം നമ്മുടെ ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റിംഗ് ദ സിസ്റ്റം അണ്ടിൽ ഇറ്റ് വാസ് ഫൈനലി അബോളിഷ്ഡ് ഇൻ 1921. അങ്ങനെ 1920 ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് എന്ത് പറഞ്ഞു? ഈ ഒരു വർക്കേഴ്സിന് അമിതമായിട്ടുള്ള ചൂഷണം ചെയ്യാൻ പറ്റില്ല, ടോർച്ചർ ചെയ്യാൻ പറ്റില്ല, ഫിക്സഡ് വേജസ് അവർക്ക് നൽകണം. അതുപോലെ തന്നെ വേറെന്താ മക്കളെ? ഫിക്സഡ് ആയിട്ടുള്ള വേജസ് നൽകണം, അതെ, ഫിക്സഡ് ആയിട്ടുള്ള ടൈമിംഗ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ 1921 ആകുമ്പോഴേക്ക് ഇവരുടെ ഈ ടോർച്ചറിങ് ഒക്കെ നിർത്തലാക്കി, അബോളിഷ് ചെയ്തു എന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ എന്റർപ്രീനേഴ്സ് അബ്രോഡ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള കുറെ എന്റർപ്രീനേഴ്സ് എബ്രോഡിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ഏതൊക്കെ വ്യക്തികളാ പോയെന്ന് നമുക്ക് നോക്കാം മക്കളെ. ഇറ്റ് ഈസ് ഷിക്കാരി പുരി സ്ട്രോഫ്, നാട്ടുകോട്ടെ ചെട്ടിയാസ് are bankers who finance trade with their own funds and borrow funds from European bank. അല്ലെ, ഷിക്കാരി പുരി സ്ട്രോഫ് ആൻഡ് നാട്ടുകോട്ടെ ചെട്ടിയാസ്
അവര് രണ്ട് വ്യക്തികള് എന്തായി, ഇവരെന്ന് വെച്ചാൽ ട്രേഡേഴ്സ് ആണ് പണ്ട് മുതലുള്ള. അപ്പൊ അവർ ആരുമായിട്ട് ട്രേഡ് നടത്തി? യൂറോപ്യൻ ബാങ്ക്സുമായിട്ട് അവർക്ക് റിലേഷൻസ് ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ശിക്കാരിപൂരി സ്ട്രോഫ് ആൻഡ് നാട്ടുകോട്ടെ ചെട്ടിയാസ് അല്ലെ. അപ്പൊ അവരെന്ന് പറയുന്ന ബാങ്കേഴ്സ് ആണ്. അവർ ട്രേഡ് നടത്തിയ, ഫിനാൻസ് ട്രേഡ് നടത്തിയത് ഏത് ബാങ്കുമായിട്ടാണ്? ഇറ്റ് ഈസ് യൂറോപ്യൻ ബാങ്ക്സ് അല്ലെ. ആൻഡ് ദ ഹൈദരാബാദി സിന്ധി ട്രേഡേഴ്സ് ഫ്ലറിഷ് സെല്ലിംഗ് ദിയർ ഗുഡ്സ് അറ്റ് ബിസി പോർട്സ് വേൾഡ് വൈഡ്. ഹൈദരാബാദി സിന്ധി ട്രേഡേഴ്സ് ഉണ്ട്, ഹൈദരാബാദി സിന്ധി ട്രേഡേഴ്സ്. അവിടെയുള്ള ട്രേഡേഴ്സ് അവരുടെ അവരുടെ ഹൈദരാബാദി അവിടെയുള്ള ഗുഡ്സ് ഒക്കെ ഇല്ലേ, അവരെന്ത് ചെയ്തു? ഫോറിൻ കൺട്രീസിലെ മാർക്കറ്റിൽ പോയിട്ട് അവരെന്ത് ചെയ്യൂ? വിറ്റയച്ചു എന്നാ പറയുന്നത്. ദിസ് ആർ ദ പ്രൊമിനന്റ് എന്റർപ്രീനേഴ്സ് സെറ്റ് അപ്പ് എബ്രോഡ്. ഇന്ത്യൻ എന്റർപ്രീനേഴ്സ് ആണ്, ഇന്ത്യയിലെ അവർ ട്രേഡേഴ്സ് ആണ്. ശിക്കാരിപുരി സ്ട്രോഫ് ആൻഡ് ആരാണ്? നാട്ടുകോട്ടെ ചെട്ടിയാസ്. അവര് ഫിനാൻസ് ട്രേഡ് നടത്തി യൂറോപ്യൻ ബാങ്ക്സുമായിട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഹൈദരാബാദി സിന്ധി ട്രേഡേഴ്സ് മറ്റൊരു ട്രേഡേഴ്സ് ആണ്. അവരുടെ ഗുഡ്സ് എവിടെ വിറ്റയച്ചു എന്നാ പറയുന്നത്? ബിസി പോർട്സ് വേൾഡ് വൈഡ് ലോകം ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ ഗുഡ്സ്, ഉൽപ്പന്നങ്ങൾ വിറ്റയച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവർ പ്രൊമിനന്റ് ആയിട്ടുള്ള എന്റർപ്രീനേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. പ്രശസ്തി ആർജിച്ചു ഇവരൊക്കെ. ശിക്കാരിപുരി സ്ട്രോഫ് ആൻഡ് നാട്ടുകോട്ടെ ചെട്ടിയാസും ഹൈദരാബാദി സിന്ധി ട്രേഡേഴ്സും. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ ട്രേഡ്, colonialism and global system. Indian trade, colonialism and the global system. Okay, with the diminishing value of Indian cotton, and alternative was adopted to capture the market. അങ്ങനെ കോട്ടൺ എന്നതിലായിരുന്നു മെയിൻ ആയിട്ട് നമ്മൾ ട്രേഡ് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പൊ ആ കോട്ടന്റെ വാല്യൂ, ഒരു മേന്മ കുറഞ്ഞു വരികയും നമ്മുടെ മാർക്കറ്റ് ഇടിയുകയും ചെയ്തൊരു അവസ്ഥ ഉണ്ടായി. ഓക്കെ, അപ്പോ this was the export of raw cotton which faced a share of 5% to 35% from 1812 to 1871. Okay, നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു എക്സ്പോർട്ട് നടത്തി. ഈ റോ കോട്ടൺസ് നമ്മൾ എന്ത് ചെയ്തു? എത്ര ഷെയറിലാണ് നമ്മൾ? 5% to 35% ഷെയറിൽ, അല്ല 1812 തൊട്ട് 1871 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു പെർസെൻറ്റേജിൽ നമ്മൾ ട്രേഡിൽ ഇറക്കി റോ കോട്ടൺ. ഓക്കെ, ആൻഡ് ബ്രിട്ടൻ ഓൾസോ ഗ്രൂ ഇൻഡിഗോ ആൻഡ് ഒപ്പിയം ഇൻ ഇന്ത്യ. ബ്രിട്ടൻസ് എന്ത് ചെയ്തു? ഇൻഡിഗോയും ഒപ്പിയമും ഇന്ത്യയിൽ അവര് വളർത്തി ആ ഒരു കൊളോണൈസേഷൻ പീരീഡിൽ. ഓക്കെ, which also exported to China. അവർ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു മക്കളെ? ഇൻഡിഗോ എന്ന് പറയുന്ന ക്രോപ്പും അതേമാതിരി ഒപ്പിയമും ഇന്ത്യയിൽ അവര് ഉണ്ടാക്കി അല്ലെ. എന്നിട്ട് അവർ എങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്തു? ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തു. എന്നിട്ട് ചൈനയിൽ നിന്ന് എന്താ അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിയത്? ടീ ആണ് അല്ലെ. ബ്രിട്ടീഷുകാര് ഇൻഡിഗോ ആൻഡ് ഒപ്പിയം ഇന്ത്യയിൽ നിന്ന് കൾട്ടിവേറ്റ് ചെയ്തു കേട്ടോ മക്കളെ. എന്നിട്ട് അവര് ചൈനയിലേക്ക് ഇൻഡിഗോ ഒപ്പിയോ അങ്ങോട്ട് അയക്കുമ്പോ ഇങ്ങോട്ട് ചൈന കൊടുക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടീ അല്ലെ, ടീ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മെയിൻ ആയിട്ട് ഇന്ത്യൻ ട്രേഡ്, കൊളോണൈസേഷൻ ആൻഡ് ഗ്ലോബൽ സിസ്റ്റം പറഞ്ഞു. ഇന്ത്യൻ എന്റർപ്രൈനേഴ്സ് എബ്രോഡ് പോയിട്ട് അവരുടെ ഗുഡ്സ് അത് സെയിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഇൻഡേഞ്ചേർഡ് ലേബർ മൈഗ്രേഷൻ ഫ്രം ഇന്ത്യ, പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ പല രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥ അല്ലേ. എന്നുവെച്ചാൽ പലരും സ്ലേവ്സ് ആയിട്ടൊക്കെ ട്രേഡ് പേർപ്പസിന് വേണ്ടി ബ്രിട്ടീഷുകാരെ കൂടെ ഇതാവുന്നതും പിന്നെ കുറെ പേര് അതിനെതിരെ ശബ്ദമുയർത്തുന്നതും ഇന്ത്യൻ നാഷണലിസ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ലോ ഇല്ലാതാക്കി. അവരുടെ ലോ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള വേജസ് കൊടുക്കുന്നില്ല, ഫിക്സഡ് ആയിട്ട് വർക്കിംഗ് ഹവേഴ്സ് ഇല്ല, അതൊക്കെ നിർത്തലാക്കി. ആ ഒരു ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ പറഞ്ഞത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് എന്താണ്? ഓക്കെ, ഇന്റർ വാർ എക്കണോമിയാണ്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിന്റെ തുടക്കം എങ്ങനെയാന്ന് നമുക്കൊക്കെ അറിയോ? അപ്പൊ ടീച്ചർ പറയാം കേട്ടോ. ദ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈം എന്ന് പറയുന്നത് 1914 മുതൽ 18 വരെയുള്ള ടൈമാണ്. വാസ് ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ മോഡേൺ വാർ വിച്ച് യൂസ്ഡ് മാസീവ് സ്കെയിൽ വെപ്പൺസ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് മോഡേൺ വാർ ആണ്.
ആദ്യത്തെ വാറാണ്. ഇപ്പോൾ മാസീവ് ആയിട്ടുള്ള അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വെപ്പൺസ് ആണ് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിൽ യൂസ് ചെയ്തത് കേട്ടോ മക്കളെ. ഏത് വർഷത്താണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായത്? 1914 to 1918 ഇയർ മനസ്സിലാക്കി വെക്കുക. മെനി സോൾജിയേഴ്സ് വെയർ റിക്രൂട്ടഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ഈ ഫസ്റ്റ് വേൾഡ് വാറിന് വേണ്ടിയിട്ട് ഈ ലോകത്തെ പല ഭാഗത്തു നിന്നുള്ള പട്ടാളക്കാരെയാണ് അവർ അറേഞ്ച് ചെയ്ത് നിർത്തിയത് ഈ ഒരു വാറിന് വേണ്ടിയിട്ട്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടഡ് 9 million ഡെത്ത് ആൻഡ് 20 million ഇഞ്ചേർഡ് സിവിലിയൻസ് എന്ന് വെച്ചാൽ 9 കോടി മൃതദേഹങ്ങൾ ആണ് അവിടെ കിടന്നത് എന്നാ പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം. അത് കൂടാതെ 9 million ഡെത്ത് പറഞ്ഞു, 20 million ഇഞ്ചേർഡ് സിവിലിയൻസ് എന്ന് വെച്ചാല് 20 കോടി പട്ടാളക്കാർക്ക് അല്ലെ അത് ഇഞ്ചേർഡായി പരിക്കേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു 9 million ഡെത്ത് ആൻഡ് 20 million ഇഞ്ചേർഡ് സിവിലിയൻസ് എന്നാണ് പറയുന്നത് അല്ലെ. കൂടുതലായിട്ട് ഈ റൂളേഴ്സ് തമ്മിലുള്ള ഒരു പ്രശ്നമായിരിക്കും, പക്ഷെ അത് മെയിനായിട്ട് അത് പരിക്കേൽക്കുന്നത് സാധാ ജനതകൾക്കും അതേമാതിരി ആർക്കാണ് മക്കളെ? നമ്മുടെ സോൾജിയേഴ്സിനാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതാണ് വേൾഡ് വാർ ഫസ്റ്റ്. ഏത് ഇയർ ആണ് മക്കളെ? 1914 to 1918. ഓക്കെ, അത് നോക്കുക. ഫസ്റ്റ് ആയിട്ട് May 31 അല്ലെ 1914 ആ ഒരു ടൈമില് ജൂൺ 28 ഫ്രാൻസ് ഫെർഡിനൻഡ് അസാസിനേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഫ്രാൻസ് ഫെർഡിനൻഡ് എന്ന് പറയുന്ന ആള് ജൂൺ 28 1914 മരിക്കുകയാണ് ചെയ്യുക, കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു വേൾഡ് വാർ തുടക്കം. ഓക്കെ, ജൂലൈ 28 വേൾഡ് വാർ ഫസ്റ്റ് ബിഗിൻസ് ഈ ഒരു റീസൺ ആയിട്ട്. പിന്നെ 1915 എന്നൊരു വർഷം തുടങ്ങിയപ്പോ എങ്ങനെയാണ് മക്കളെ? April 22 എന്നൊരു ദിവസം ഫസ്റ്റ് യൂസ് ഓഫ് പോയ്സൺ ഗ്യാസ് ബൈ ജർമ്മനി. ജർമ്മനി എന്ത് യൂസ് ചെയ്തു? പോയ്സൺ ഗ്യാസ് യൂസ് ചെയ്തു വേൾഡ് വാറിന്റെ തുടക്കം ആ ഒരു ടൈമില്. ഓക്കെ, May 7 ആ ടൈമില് സിങ്കിങ് ഓഫ് ലൂസിറ്റാനിയ. ആ ഒരു സ്ഥലം ലൂസിറ്റാനിയ എന്ന് പറയുന്ന സ്ഥലം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് ബേൺ ആയി പോവുകയാണ് ചെയ്തത്. അങ്ങനെ 1916 എന്ന വർഷത്തില് May 31 ബാറ്റിൽ ഓഫ് ജൂട്ട് ലാൻഡ് ആണ് നടന്നത്. ഓക്കെ, February 21 എന്നതില് ബാറ്റിൽ ഓഫ് വേർഡൻ ബിഗിൻസ്. ഓക്കെ, പിന്നെ 1917 യുണൈറ്റഡ് സ്റ്റേറ്റ് പിന്നെ വാർ ഡിക്ലെയർ ചെയ്തു. 1918 ആഗസ്റ്റ് 8 100 days ഒഫൻസീവ് ബിഗിൻസ്. ഓക്കെ, പിന്നെ November 11 armistice with Germany signed June 28 1990 എന്ന വർഷം ജൂൺ 28 ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വർഷത്തിന്റെ ഒന്ന് നോക്കി വെക്കുക. ജൂൺ 28 ഓരോ വർഷത്തിൻ്റെത് ഒന്ന് നോക്കുക. ഓക്കെ, മെയിൻലി അതിന്റെ വേൾഡ് വാറിന്റെ ഇത് മനസ്സിലാക്കുക കേട്ടോ. ഇറ്റ് ടുക്ക് 30 years ടു റിക്കവർ ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദി വാർ. 30 വർഷം എടുത്തു എന്നാണ് പറയുന്നത് ഈ ഒരു വാർ ഉണ്ടായതിന്റെ എന്ന് വെച്ചാൽ എല്ലാ വിധത്തിലുള്ള എന്താ പറയാ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞ 30 വർഷം എടുത്തു അതിന്റെ ഒരു എഫക്റ്റ് കുറയാൻ വേണ്ടിയിട്ട് എന്നാ പറയുന്നത്. ദിസ് വാസ് എ ടേണിംഗ് പോയിന്റ് മേക്കിംഗ് ഇറ്റ് മോർ പവർഫുൾ അല്ലേ. ഇറ്റ്സ് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഓക്കെ, ബ്രിട്ടൻ ടേൺഡ് ഔട്ട് ടു ബി എ ഡെപ്റ്റർ ഓഫ് US എന്ന് വെച്ചാൽ ബ്രിട്ടൻ പിന്നെ എന്താ പറയുക പലിശക്കാരൻ പോലെയായി US-ന്റെ ഡെപ്റ്ററായി. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ വാർ ഈ ഒരു വാറില്ലേ തുടങ്ങിയ ആ ടൈമിൽ യുദ്ധം ഉണ്ടായ ടൈമിൽ കൂടുതൽ ആ ബ്രിട്ടൻ കൺട്രി കൂടുതലായിട്ട് എന്ത് ചെയ്തു? കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി അല്ലെ. ആ ഒരു ടൈമിൽ ബ്രിട്ടന് US-നോട് കുറെ പൈസ കടം വാങ്ങേണ്ടി വന്നു. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വൈപ്ഡ് ഔട്ട്. ഒരു തരത്തിലുള്ള കൃഷിയോ അങ്ങനെ തോന്നില്ല. എല്ലാ ലാൻഡ്സ് ഒക്കെ ഡിറ്റോറിയേറ്റ് ആയി, എല്ലാം നശിച്ചുപോയി. ദ ഫേസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തൊഴിലില്ലായ്മ നല്ല രീതിയിൽ അനുഭവപ്പെട്ടു. എന്ന് വെച്ചാൽ കൺട്രി മുഴുവനായിട്ട് ഈ ഒരു വാറിൽ തകർന്നു പോവല്ലേ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ദ റിക്കവറി വാസ് ക്വിക്ക് ഇൻ ദ US. എന്ന് വെച്ചാൽ അമേരിക്കയില് പെട്ടെന്ന് തന്നെ എല്ലാം റിക്കവറി ആയി. എന്താന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഒരു വാറിന്റെ ഒരു ഇത് നടക്കാത്തതുകൊണ്ടു പെട്ടെന്ന് റിക്കവറി ആയി അല്ലെ. ദ യൂസ് ദ ടെക്നിക് ഓഫ് മാസീവ് സ്കെയിൽ പ്രൊഡക്ഷൻ ടു കം ഔട്ട് ഓഫ് ദിസ്. അവരെന്താ കൂടുതൽ പ്രൊഡക്ഷൻസ് അവിടെ നടത്തി, കൂടുതലായിട്ട് ക്രോപ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു. പലതരത്തിലും ഇപ്പൊ ഫാക്ടറി എല്ലാ തരത്തിലുള്ള ഫീൽഡിനും അവർ കൂടുതലായിട്ട് പ്രൊഡക്ഷൻസ് കൊണ്ടുവന്നു എന്നതാണ് കേട്ടോ.
പിന്നെ അവർ യൂസ് ചെയ്ത ടെക്നിക് എന്ന് പറയുന്ന അസംബ്ലി ലൈൻ സിസ്റ്റം ഓഫ് മാസീവ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് ഹെൻറി ഫോർഡിന്റെ. എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എല്ലാ പ്രൊഡക്ഷൻസ് വരുത്താത്ത ഏതൊക്കെ ടൈപ്പിൽ ഏതൊക്കെ ഫീൽഡിൽ കൂടുതൽ പ്രൊഡക്ഷൻസ് നടത്താൻ പറ്റുന്നുള്ള ട്രിക്സ് അവർ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് US പെട്ടെന്ന് ഈ വാറിന് ആഫ്റ്റർ എഫക്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ മക്കളെ. അസംബ്ലി ലൈൻ സിസ്റ്റം ഓഫ് ഹെൻറി ഫോർഡ് എന്ന് പറയുമ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റം fueled up the sale of electronic commodities in ഇത് ഇവിടെ വന്നു. 1923 ആയപ്പോൾ US become biggest international lender ആയിട്ടും അവർ മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസസിന്റെ. പിന്നെ the factors that pushed up the Great Depression in 1923 were mainly due to അങ്ങനെ ഗ്രേറ്റ് ഡിപ്രഷന്റെ ഒരു കാലഘട്ടം വന്നു. കൂടുതലായിട്ടൊരു വേൾഡ് വാർ കഴിഞ്ഞ ഒരു ടൈം ആയതുകൊണ്ട് ഗ്രേറ്റ് ഡിപ്രഷന്റെ കാലഘട്ടം 1923 കേട്ടോ. എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ ഓവർ പ്രൊഡക്ഷൻ, ബോറോയിങ്സ് ഫ്രം US, അതൊക്കെ എന്തായി ബ്രിട്ടനെ വളരെ അധികം ബാധിച്ചു എന്നതാണ് കേട്ടോ. അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ borrowings from the US, ultimately the fall of US bank. അങ്ങനെ US ഇങ്ങനെ കുറെ കടം കൊടുത്ത് ലെൻഡർ ആണല്ലോ, അപ്പൊ ഇങ്ങനെ കടം കൊടുത്ത് അവര് നശിച്ച് പോയി മുഴുവനായിട്ടും. ദ ഇമ്പാക്ട് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ ഇന്ത്യ അഫക്റ്റഡ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയാണെങ്കിൽ അത് ഇന്ത്യനെ വളരെയധികം എഫക്ട് ചെയ്യും. എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ഒരു സാധനത്തിന് അല്ലെങ്കിൽ വേറൊരു സാധനത്തിന് പല രാജ്യങ്ങളും മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ദ പ്രൈസസ് ഫോർ അഗ്രികൾച്ചറൽ കോമഡിറ്റീസ് ഫെൽ. അങ്ങനെ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ പിന്നെ എന്തായി, ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ പൈസ ഇടിഞ്ഞു. ഓക്കെ, however the country started exporting gold which somehow helped in the recovery process. അങ്ങനെ അവര് ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവര് ഇതിൽ നിന്ന് മെല്ലെ മെല്ലെ റിക്കവറി ചെയ്യാനും തുടങ്ങി. ഓക്കെ, ഇതാണ് ഗ്രേറ്റ് ഡിപ്രഷന്റെ ഒരു ടൈമിലുള്ള അൽബാമ ഫാമിലിന്റെ ഒരു പിക്കാണ് ഇവിടെ ഇതാക്കിയത്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് വെച്ചാൽ ബാങ്ക് എന്ന് വെച്ചാൽ അവര് ആ ഒരു US ബാങ്കിങ് ഫുള്ളായിട്ട് പോയപ്പോൾ അവർക്ക് വേറെ ഒരു ഇതിൽ ഇല്ലാതായി അല്ലെ. അപ്പോഴാണ് ഗ്രേറ്റ് ഡിപ്രഷൻ തുടങ്ങിയത്. ഏത് ടൈമാണ് ഗ്രേറ്റ് ഡിപ്രഷൻ? 1929 to 1940 കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് കൂടി വന്നു. ദ ക്രാഷ് അലോൺ ഡിഡ് നോട്ട് കോസ് ഗ്രേറ്റ് ബട്ട് ഇറ്റ് ഹാസ്റ്റൻഡ് ഇറ്റ്സ് അറൈവൽ. എന്തായാലും അത് വരുന്ന ഉറപ്പായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു വോർ വരുമ്പോൾ ആ ഒരു രാജ്യത്തിനെ ഫുള്ള് ഡിറ്റോറിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ അഗ്രികൾച്ചർ ഫീൽഡ് വൈപ്ഡ് ഔട്ട് ആവും, ആളുകൾക്ക് പണിയില്ലാതെ ആവും, അല്ലെ എല്ലാത്തിനെയും നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കും അല്ലെ മക്കളെ. അപ്പൊ ആ രാജ്യങ്ങൾക്ക് എന്താ ഒരു പരിധി ഉണ്ട് തരുന്നതിന്. അങ്ങനെ അവരുടെ ഇത് നശിക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ രീതിയിൽ എക്സ്പോർട്ടിങ്ങോ വേറെ എന്തെങ്കിലും ട്രിക്സ് യൂസ് ചെയ്തിട്ടോ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, എന്താണ് ഹെൻറി ഫോർഡിന്റെ അസംബ്ലി ലൈൻ? ഓട്ടോ അസംബ്ലി ലൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. കൂടുതൽ ഈ ബ്രിട്ടന് റിക്കവർ ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്രോസസ്സിലൂടെയാണെന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഓട്ടോമൊബൈൽ അസംബ്ലി ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് December 1, 1913 ഓക്കെ, എന്താന്ന് വെച്ചാൽ ഹെൻറി ഫോർഡിന്റെ മെയിൻ ഒരു ക്യാരക്ടർ ഈ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്. അവർ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് തുടങ്ങിയപ്പോൾ അവർക്ക് മെല്ലെ മെല്ലെ റിക്കവറി വരാൻ തുടങ്ങി, ഡെവലപ്മെന്റ്സ് തുടങ്ങി കേട്ടോ മക്കളെ. ഹി ബിൽറ്റ് ഹിസ് ഫസ്റ്റ് കാർ വിച്ച് ഹി ക്രിസ്റ്റൻഡ് ക്വാഡ്രി സൈക്കിൾ എന്ന് പറയുന്ന ഫസ്റ്റ് കാർ 1896 അവർ പുറത്തിറക്കി. ഹെൻറി ഫോർഡ് അല്ലെ, ഹെൻറി ഫോർഡ് എന്നുള്ള ഇത് ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ആള് ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗിലേക്ക് ഒരു പുതിയ ന്യൂ കമ്മർ ഒന്നല്ല. ഹി ബിൽറ്റ് ഹിസ് ഫസ്റ്റ് കാർ വിച്ച് ഹി ക്രിസ്റ്റൻഡ്. ഫസ്റ്റ് കാർ കൊണ്ടുവന്നത് അയാളാണ്. എന്ത്, ഇറ്റ് ഈസ് ക്വാഡ്രി സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവർ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓട്ടോമൊബൈൽസ് എന്ത് ചെയ്തു, ഇറ്റ് മേക്ക് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ദ ഇൻഡസ്ട്രി അല്ല. അങ്ങനെ അവർ ഓട്ടോമൊബൈൽസ് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ആ രാജ്യത്തിന് തന്നെ ആ ഒരു ഫീൽഡിൽ റിക്കവറി ചെയ്യാനുള്ള ഇതും തുടങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഓരോ കാറിന്റെ ഓരോ പാർട്സും ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടില്ലേ. ഇപ്പൊ അങ്ങനത്തെ ഒരു ആവശ്യമുണ്ടോ? ഇപ്പൊ എന്ന് പറയുമ്പോൾ ഫുള്ള് ടെക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാ ഡെവലപ്മെന്റും നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അല്ലെ. ഓക്കെ, എങ്ങനെ കമ്പാരിസൺ ഓഫ് വേൾഡ് വാർ? നമുക്ക് വേൾഡ് വാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്പയർ ചെയ്താലോ? ഓക്കെ, വേൾഡ് വാർ ഫസ്റ്റ്, ഗ്രേറ്റ് വാർ ഏത് വർഷത്തായിരുന്നു? 1940. വേൾഡ് വാർ ഫസ്റ്റ് നടന്നത് ഇറ്റ് ഇസ് ഗ്രേറ്റ് വാർ ആണ്. വലിയ രീതിയിലുള്ള നാശം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. 1914 to 1918 ആണ് 4 വർഷത്തെ വാർ ആയിരുന്നു. അവിടെ ആരൊക്കെയായിരുന്നു ഉണ്ടായത്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി,
ആൻഡ് ഓട്ടോമൻ എംപയർ. അതിന്റെ ഓപ്പോസിറ്റ് ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, ഇറ്റലി, ജപ്പാൻ. ഫ്രം 1970 US. വാർ ബിറ്റ്വീൻ കൺട്രീസ് ഫോർ അക്വയറിംഗ് കോളനീസ് ഫോർ ടെറിട്ടറി. അല്ലെ, എന്ന് വെച്ചാൽ അവരുടെ കോളനീസ് ഓരോ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനും റിസോഴ്സസ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ വേൾഡ് വാർ നടന്നത്. വേൾഡ് വാർ സെക്കൻഡ് അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. ജസ്റ്റ് പറയാം, 1939 to 1945 6 years വാർ ആയിരുന്നു. ആക്സിസ് പവേഴ്സ് ആരൊക്കെയായിരുന്നു? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അലൈഡ് പവേഴ്സ് ബ്രിട്ടൻ, US, ചൈന. വാർ ഓഫ് ഐഡിയോളജി എന്ന് പറയുന്നത് വാസിസം, ഫാസിസം, നാസി ജർമ്മനി ആൻഡ് ഇറ്റലി, ആൻഡ് കമ്മ്യൂണിസം സോവിയറ്റ് റഷ്യ, ക്യാപിറ്റലിസം USA. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോയതാണ്. ഓക്കെ, റീബിൽഡിങ് എ വേൾഡ് എക്കണോമി. അങ്ങനെ ഈ ഒരു വാറിൽ നിന്ന് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് മാസീവ് ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അങ്ങനെയുള്ളത് ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് നമ്മൾ പറഞ്ഞ പോലെ ആരുടെ ഹെൻറി ഫോർഡിന്റെ അസംബ്ലി ലൈന് പോലെ എന്തെങ്കിലും ഒരു ഇത് അവർക്ക് ട്രിക്ക് തോന്നും. എന്തെങ്കിലും ഒരു റിക്കവറി പ്രോസസ്സിങ് നടത്തണമെങ്കിൽ ആ ഒരു കൺട്രി പിന്നെയും അവരുടെ ഒരു എന്താ പറയാ ഒരു വാല്യൂ അല്ലെങ്കിൽ സുപ്രീമറ്റി ഗെയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ കൂടെ മാത്രമേ അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെ? സെക്കൻഡ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട് ഇൻ 1939, killed 60 million people. അങ്ങനെ രണ്ടാമത്തെ വേൾഡ് വാർ വന്നു. അത് എപ്പോഴാണ് വന്നത്? 1939 കേട്ടോ മക്കളെ വന്നത്. എത്ര പേരെ കൊന്നു? 60 കോടി ജനങ്ങളെയാണ് സെക്കൻഡ് വേൾഡ് വാർ വന്നതോടെ. അത്രയും ഡിവാസ്റ്റേറ്റഡ് ആയിരുന്നു ആ കണ്ടീഷൻ. ദ വാസ്റ്റ് ഏരിയാസ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ വെയർ എഫക്റ്റഡ്. യൂറോപ്പിന്റെ പല ഭാഗങ്ങളും അതിനെ ആ ഒരു കാരണം കൊണ്ട് ബാധിച്ചു. ഏഷ്യ ഒക്കെ എഫക്ട് ചെയ്തു. ഓക്കെ, ഇറ്റ് കോസ്റ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിസ്ട്രപ്ഷൻ. സാമ്പത്തികപരമായിട്ടും എല്ലാം തളർച്ച, എല്ലാം ഫുൾ എഫക്റ്റ് ആയി. ദി US ആൻഡ് നാസി ജർമ്മനി ബിക്കം ഡോമിനന്റ് പൊളിറ്റിക്കൽ പവേഴ്സ്. US-ഉം നാസി ജർമ്മനി ആയി അവിടെയുള്ള ഡൊമിനന്റ് പൊളിറ്റിക്സ്, അവിടെ അധികാരം US-ഉം നാസി ജർമ്മനി ആയിരുന്നു അവിടെ പവർഫുൾ ആയിട്ട് നിലനിന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കുക. സെക്കൻഡ് വേൾഡ് വാറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വർഷം ഒക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിന്റെ ആക്സിസ് പവേഴ്സ്, അലൈഡ് പവേഴ്സ്, അതിന്റെ ഓപ്പോസിഷൻ ഒക്കെ മനസ്സിലാക്കുക. ഫസ്റ്റ് വേൾഡ് വാറിൽ ഏതൊക്കെ കൺട്രീസിനോടാണെന്നും, സെക്കൻഡ് വേൾഡ് വാർ ഏതൊക്കെ കൺട്രീസിനോടാണെന്നും, അന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നും അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ടേംസിലാണ് പറഞ്ഞു പോയത് അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. അതിന്റെ കമ്പാരിസൺ നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടൈം ലൈൻ വേൾഡ് വാർ സെക്കൻഡ്. അപ്പൊ വേൾഡ് വാർ ഫസ്റ്റത്തെ നമ്മൾ കുറെ മനസ്സിലാക്കി, ഓരോ വർഷം എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏതൊക്കെ റീജിയൻസ് ആണ് അതിൽ ഇൻവോൾവ് ആയത് മനസ്സിലാക്കിയില്ലേ മക്കളെ. അപ്പൊ നമുക്ക് വേൾഡ് വാർ സെക്കൻഡിനെ ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഇത് തുടങ്ങിയത് 1 September 1939 ജർമ്മനി പോളണ്ടിനെ എന്തായി അവിടെ പോയിട്ട് കച്ചറ ഉണ്ടാക്കി പോളണ്ടിന്റെ മേല്. ഓക്കെ, അപ്പൊ 1939 ഫ്രാൻസും ബ്രിട്ടനും ഡിക്ലെയർഡ് വാർ ഓൺ ജർമ്മനി. ഈ ഒരു ദേശത്തിൽ പോളണ്ടിനെ ഇൻവേർട്ട് ചെയ്യാൻ വന്ന ദേശത്തിൽ ഫ്രാൻസും ബ്രിട്ടനും എവിടെ പോയിട്ട് കച്ചറ ഉണ്ടാക്കി എന്ന് പറയുന്നേ? ജർമ്മനിയിൽ പോയിട്ട് കച്ചറ ഉണ്ടാക്കി അല്ലേ. പിന്നെ May 10th 1940 ആയപ്പോൾ നാസീസ് ഫ്രാൻസിൽ പോയിട്ട് അവിടെ പോയി കച്ചറ ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ലോക കച്ചറ. June 3rd 1940 ജർമൻസ് അവിടെ പോയിട്ട് പാരീസ് പോയിട്ട് ബോംബിട്ടു. പിന്നെ 1945 ടൈമിൽ വേൾഡ് വാർ സെക്കൻഡ് ആൻഡ് എൻഡ്സ് വേൾഡ് വൈഡ്. അങ്ങനെ 1945 ആയപ്പോൾ പിന്നെ അവസാനമായി അതിന്റെ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളതാണ്, ജസ്റ്റ് മനസ്സിലാക്കുക ഈ ഒരു ടൈമില്. 1 September 1939 ജർമ്മനി പോളണ്ട് പോയിട്ട് കച്ചറ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അവിടെയുള്ള ഫ്രാൻസും ബ്രിട്ടനും കൂടെ ജർമ്മനിയിൽ വന്ന് കച്ചറ ഉണ്ടാക്കി. അപ്പൊ മെയിൻ ആയിട്ട് അപ്പുറത്തൊന്നും കച്ചറ വരില്ലോ, നാസീസ് ഫ്രാൻസ് പോയിട്ട് കച്ചറ ഉണ്ടാക്കിയപ്പോൾ ജർമൻസ് എന്ത് ചെയ്തു? പാരീസ് പോയിട്ട് ബോംബിട്ടു. അങ്ങനെ 1945 ആയപ്പോൾ അതിന്റെ ഒരു അവസാനമായി. ഓക്കെ, in the post-war period, the government brought economic stability by offering full employment. അങ്ങനെ വാറൊക്കെ കഴിഞ്ഞൊരു ടൈം ആയപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? സാമ്പത്തികപരമായിട്ട് ഒരു തുല്യത വരുത്തണമല്ലോ, അവിടെ സ്റ്റെബിലിറ്റി വേണമല്ലോ. അപ്പൊ എല്ലാവർക്കും ഫുൾ എംപ്ലോയ്മെന്റ്, എല്ലാവർക്കും ജോലി എന്നുള്ള ഒരു ഇത് വരുത്തി. The conference held at Bretton Woods formulated a body organization, International Monetary Fund. അവർ രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്?
to deal with the surplus and deficits of its member nations. അല്ലെ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് രൂപീകരിച്ചു. ബ്രിട്ടൻ വുഡ്സിലാണ് ആ ഒരു കോൺഫറൻസ് ഹെൽഡ് ചെയ്തത്. ആ ബോഡി ഓർഗനൈസേഷന്റെ പേരാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. എന്തെങ്കിലും വോറോ അല്ലെ എമർജൻസി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ രാജ്യങ്ങളിലെങ്കിൽ അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ബ്രിട്ടൻ വുഡ്സിൽ ഓർഗനൈസ് ചെയ്തത്. ഓക്കെ, ദ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വാറൊക്കെ കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടാവല്ലോ, അവിടെ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ്, അവിടെ എന്ന് വെച്ചാൽ ആ ഒരു കൺട്രി റീകൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെ പുനർനിർമ്മിക്കാൻ എന്ന് വെച്ചാൽ പല പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല, ജസ്റ്റ് ഓരോ ഫീൽഡിലും ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനും ഫിനാൻഷ്യലായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നത്. സെറ്റപ്പ് ഫോർ ഫിനാൻസ് പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ നീഡ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ബ്രെറ്റൺ വുഡ്സിൽ എന്ത് ഓർഗനൈസ് ചെയ്തു? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെ, എന്ന് വെച്ചാൽ ആവശ്യഘട്ടങ്ങളിൽ മറ്റു രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഓർഗനൈസേഷൻ. അതുപോലെ മറ്റൊരു ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ കോളനീസ് സ്റ്റാർട്ടഡ് ഗെയിനിങ് ഇൻഡിപെൻഡൻസ് ഫ്രം കൊളോണിയൽ പവേഴ്സ്. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറും കഴിഞ്ഞ ഒരു കാലഘട്ടം വന്നു. പിന്നെ സന്തോഷത്തിന്റെ ദിനങ്ങളായി. കോളനീസ് ഒക്കെ വിട്ടിട്ട് ബ്രിട്ടീഷുകാർ നേരെ അവരുടെ ഹോംസിലേക്ക് പോയി. അങ്ങനെ കൊളോണിയൽ പവേഴ്സിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യരായി അല്ലേ. പിന്നെ and to reduce the dependence upon previous colonial powers, the newly independent nations together form a group G70. അങ്ങനെ കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നും പോയപ്പോൾ ഈ സ്വതന്ത്രരായിട്ടുള്ള ദേശങ്ങൾ ഉണ്ടാവല്ലോ, രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി എന്നാ പറയുന്നത്. എന്ത് പേരിലാണ്? അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അതാണ് G77. ഏത് ഗ്രൂപ്പാണ്? G77 അല്ലെ മക്കളെ? which granted them exclusive rights over their national resources. പിന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസോഴ്സസിന് മേലില് അവർക്ക് തന്നെ എന്ത് റെസ്പോൺസിബിലിറ്റി ആയി അല്ലെ. വേറൊരാള് എന്താ പറയാ അവരുടെ റിസോഴ്സസിന് മേലെ കൈയേറി ആ കാലഘട്ടം കഴിഞ്ഞല്ലോ. പിന്നെ അവർക്ക് അവരുടെ റിസോഴ്സസിന് മേലെ അവർക്ക് തന്നെയാണ് അവകാശം അല്ലെ. പിന്നെ later policies protecting the recently turned independent countries were removed, opening the market for international trade. അങ്ങനെ കുറെ പോളിസീസ് വന്നിരുന്നു. പ്രൊട്ടക്ടിങ് റീസെന്റ് ടേൺഡ് ഇൻഡിപെൻഡന്റ് കൺട്രീസിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന റൂൾസ് ഉണ്ടായി. ഇത് പിന്നെ ആ ഒരു മാർക്കറ്റ് ഇന്റർനാഷണൽ ട്രേഡിനാണ് വഴിയൊരുക്കിയതെന്നാണ് പറയുന്നത്. ഈ ഒരു ഇൻഡിപെൻഡന്റ് ട്രേഡ് കൺട്രീസിനെ മാത്രം ഇതാക്കാതെ എന്താണ് ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്തു കൊടുത്തു എന്നതാണ് പറയുന്നത്. ലേറ്റർ പോളിസീസ് പ്രൊട്ടക്ടിങ് റീസെന്റ് ടേൺഡ് ഇൻഡിപെൻഡന്റ് കൺട്രീസ് റിമൂവ് ചെയ്തു. ഓരോ സ്വതന്ത്ര രാജ്യങ്ങളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി ഒഴിവാക്കി എന്നതാണ് പറയുന്നത്. പിന്നെന്താണ് അവരെന്ത് ചെയ്തു? ഓപ്പണിംഗ് ദ മാർക്കറ്റ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ് അല്ലെ. വാണിജ്യപരമായിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ട് ട്രേഡ് നടത്താനുള്ള ഒരു അവസരമാണ് കൊടുത്തത്. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇതിൽ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ പറഞ്ഞു അല്ലെ. മെയിൻ ആയിട്ട് ഇതില് ഫസ്റ്റ് വേൾഡ് വാർ അല്ലേ. സെക്കൻഡ് വേൾഡ് വാറും both വാറുടെ അല്ലെ ആഫ്റ്റർ എഫക്ട്സിന് അല്ലെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞു. അല്ലെ അപ്പോൾ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേൾഡ് വാറിനെ കുറിച്ചുള്ളതും ഒക്കെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇതാണ്. അപ്പൊ ഇതാണ് മെയിൻലി ആയിട്ട് ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതല്ല ഞാൻ ഒന്നുകൂടെ ഇതാക്കി പറഞ്ഞ അല്ലേ. ഇപ്പോ ഫസ്റ്റ് വേൾഡ് വാർ ഓക്കെ, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലേ. അത് കാരണം എത്ര പേരെ എഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ആഫ്റ്റർ എഫക്ട്സ് എത്ര പേര് മരിച്ചു അല്ലേ.
ഓക്കെ, സെക്കൻഡ് വേൾഡ് വാർ പറഞ്ഞു. അല്ലേ? പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് പറഞ്ഞു. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫസ്റ്റ് വേൾഡ് വാറും അതിന്റെ ആഫ്റ്റർ എഫക്ട്സും, അത് കഴിഞ്ഞ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായതിനു ശേഷം എങ്ങനെയാണ് അവർ റിക്കവറിയിലേക്ക് എത്തിയത് എന്നുള്ളത് നോക്കുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, എത്ര പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള നമ്പറൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഇതിന്റെ ഇയർ, 2 വാർ നടന്ന ഇയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ സെക്കൻഡ് വേൾഡ് വാർ എപ്പോഴാണ് തുടങ്ങിയത്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തുണ്ടായിരുന്നു, പിന്നെ അവർക്ക് ആ ഒരു റിക്കവറിയിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് കഴിഞ്ഞത്, എന്തൊക്കെ ട്രിക്സ് ആണ് അവർ യൂസ് ചെയ്തത്, എല്ലാം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു സെഷനിലൂടെ അവസാനിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു കേട്ടോ. അപ്പൊ ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.